എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ വിശേഷങ്ങളായി വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു വിഷമമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻവിയുടെ നാളത്തെ ഓണപരിപാടി മാറ്റി വെച്ചു. സാൻവിയുടെ അംഗനവാടിയുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ അമ്മൂമ്മ മരിച്ചു പോയത് കാരണം സാൻവിയുടെ ഓണപരിപാടി മാറ്റി വെച്ച്. അതാണ് സാൻവിക്കും വിഷമമുണ്ട്. അപ്പോൾ സാൻവി പരിപാടിക്ക് തിരുവാതിരയൊക്കെ പഠിച്ചതായിരുന്നു. അപ്പോൾ പരിപാടിയൊക്കെ മാറ്റി വെച്ച് 20-ാം തീയതിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പരിപാടി. ഓണം കഴിഞ്ഞിട്ട് നല്ല ഓണത്തിന് മുമ്പുള്ളതായിരുന്ന രസം അതൊക്കെ മാറിപ്പോയി. സാൻവിക്കൊരു ചെറിയ വിഷമമുണ്ടല്ലേ? ചെറിയ വിഷമമുണ്ട്. സാൻവി ഇതേ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ്. ഇത് നോക്ക്, മൈലാഞ്ചിയൊക്കെ ബിഗ് ബി ആണ്. ബിഗ് ബി ഏതാ? മൈലാഞ്ചി ഇട്ടതിന് ശേഷം കൈ കഴുകിയിട്ടും അവള് കൈ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് നടക്കുകയാണ്. മൈലാഞ്ചി ഇട്ട കൈയായാലും ലിപ്സ്റ്റിക് ഇട്ടാലും അങ്ങനെ തന്നെയാണ്, വാ അടയ്ക്കില്ല. പിന്നെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ ക്യൂട്ടൊക്കെ കൈ ഇങ്ങനെ പൊക്കി പിടിച്ച് നടക്കും. അതാണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ? സാൻവിയുടെ മൈലാഞ്ചി ഇട്ട് കാണിച്ചു കൊടുത്ത്, ഇങ്ങനെ കാണിച്ചു കൊടുത്ത്. നല്ല കളർ വന്നിട്ടുണ്ട്. ബിഗ് ബിക്ക് നല്ല കളറാണ്. മറ്റേതിന് അത്രയും കളർ വരത്തില്ല, പക്ഷെ ഇത് പെട്ടെന്ന് പോകും. അപ്പൊ സാൻവി മടി. ഇതെന്താണ് വിശേഷം സാൻവി? ഇതെന്താ വിശേഷം? സാൻവി ഇന്ന് എവിടെ പോയി? സാൻവി വൈകിട്ട് എവിടെ പോയി? വൈകിട്ട് ഞങ്ങൾ അമ്മുവിന്റെ വീട്ടിൽ പോയപ്പോ അമ്മു ആരാ ഇട്ട് കൊടുത്ത മൈലാഞ്ചി? അല്ലുവാണ് മൈലാഞ്ചി ഇട്ട് കൊടുത്ത. അമ്മ അവിടെ ഇല്ലായിരുന്നു. കുഴപ്പമില്ല, മകള് വീഡിയോ എടുത്തോ, കുഴപ്പമില്ല. വീഡിയോക്കിടെ കോള് വന്നപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ആരാണ് സാൻവി വിശേഷം? സാൻവി ഉച്ചി കെട്ടിയ പാർവതി എവിടെ പോണു? അത് കാണിച്ചു കൊടുക്കാമോ? ഇന്നലെ കാണിച്ചിട്ട് മതി. മൊത്തം അടിച്ച് തറയിലിടും. ബിൽഡിംഗ് ബ്ലോക്സ് എടുത്തോണ്ട് വന്നിട്ട് അത് മൊത്തം അടിച്ച് തറയിലിടും. എന്നിട്ട് പിന്നെ നിങ്ങളെ കാണിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം തറയിൽ വലിച്ചു വാരിയിട്ടേക്കാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. നിങ്ങളെ കാണിച്ചു തരാം. മൊത്തം തറയിലിട്ടേക്കുവാണ്. അതെനിക്ക് ജോലിയാണ്. രാത്രിയിലുണ്ട്. അത് മൊത്തം ഡെപ്പിയോടെടുത്ത് താഴെ ഇട്ടേക്കാണ്. ഇനിയിപ്പോൾ നിങ്ങളെ കാണിക്കാനാണ്, അതിന് വേണ്ടിയിട്ടാണ് ഈ ശ്രമം. നീ വീടുണ്ടാക്കാൻ പോവാണ്. കൈ കണ്ടോ? അതിനിടയ്ക്ക് പൊക്കി പിടിച്ചു. സാൻവി കൈ താക്കൂല. കൈ താത്തിട്ടോ മക്കളെ? സാൻവി കൈ ഒരു തരത്തിൽ താക്കൂല. അപ്പം നമുക്ക് ഇന്ന് എന്താണ് വിശേഷം? വേറെ എന്താ സാൻവി വിശേഷം? ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓണമൊക്കെ ഇങ്ങനെ അടുത്ത്. രണ്ട് വണ്ടിയാണ് എൻ്റെ കൈ ഇരിക്കണത്. എല്ലാവരും ഓണസാധനമൊക്കെ വാങ്ങിച്ച് ഓണക്കോടിയൊക്കെ എടുത്ത് കാണുമെന്ന് വിചാരിക്കുന്നു. മലയാളികളുടെ ഒരു ഏറ്റവും വലിയൊരു ആഘോഷമാണ്. വേറെ ഒരു ആഘോഷം ഇത്രയും മലയാളികൾ എന്താ പറയുക ചെയ്യാറില്ല. ഓണത്തിന് മലയാളികൾ എത്ര ബുദ്ധിമുട്ടുള്ളവരായാലും എങ്ങനെയെങ്കിലും തിരിച്ചു മറിച്ച് നമ്മൾ ഓണം എങ്ങനെയെങ്കിലും ആഘോഷിക്കുക. അതാണ് ഓണത്തിൻ്റെ ഒരു എന്താ പറയുക, ആ ഓണ സമയത്തുള്ള മലയാളികൾക്കുള്ളൊരു ആവേശം. എങ്ങനെ ഓണം ഒരുങ്ങണം എന്താ തരത്തില്ല. പണ്ടൊക്കെ ആയിരുന്നു രസം, ഊഞ്ഞാലിടും. ഇപ്പോൾ ഊഞ്ഞാലത് പിള്ളേർക്കൊക്കെ ഊഞ്ഞാലെന്തോന്ന് ഒന്നും അറിയത്തില്ല. പണ്ടൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഊഞ്ഞാലിടും. ഊഞ്ഞാലാട്ടം 10 ദിവസം സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഊഞ്ഞാലാടും.
ഊഞ്ഞാലാട്ടമായിരിക്കും മെയിൻ പരിപാടി. കളികൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അതൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ പാർക്കിലെങ്ങാനൊക്കെ പോയാലാണ് ഒന്ന് ഊഞ്ഞാലെ കയറുന്നത്. നമ്മുടെ പഴയ ആ കയർ കൊണ്ടൊക്കെ കെട്ടണ ടൈപ്പ് ഊഞ്ഞാലിൽ ഇരുന്ന് ആടുന്ന ഒരു സുഖം അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിഞ്ഞുകൂടാ. ഇപ്പോഴത്തേക്കൊന്നും ആരും ഇങ്ങനെ ഇട്ട് കൊടുക്കാറൊന്നുമില്ല. സ്ഥലങ്ങളും ഇല്ല. ആ ഒരു പഴയൊരു കാലം. ഓണം ആകുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ പണ്ടൊക്കെ വീടുകളിൽ ഒത്തുകൂടും. ഇപ്പം എല്ലാവരും അവനവൻ്റെ വീട്ടിൽ തന്നെ അങ്ങ് ഒതുങ്ങിക്കൂടും. പണ്ടങ്ങനെയല്ലായിരുന്നു. എല്ലാവരും കൂടെ ആ തിരുവോണത്തിൻ്റെ അന്ന് അവനവൻ്റെ വീടുകളിൽ ഒരുങ്ങും. അതിൻ്റെ പിറ്റേന്ന് തിരുവോണം ഉണ്ടിട്ട് ഉച്ചയ്ക്ക് അമ്മ വീടുകളിൽ പോവും. അമ്മ വീടുകളിൽ പിറ്റേ ദിവസം അവിട്ടത്തിൻ്റെ അന്ന് എല്ലാവരും കൂടെ അവിടെ ആയിരിക്കും. അതൊക്കെ ഒരു രസമാണ്. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ഓരോരോ വീടുകളിലായിട്ടൊക്കെ ഇങ്ങനെ പോകും. എല്ലാവരും കൂടെ ഒത്തുകൂടും. കസിൻസ് എല്ലാവരും കൂടെ കൂടുമ്പോൾ കളിയും ചിരിയും ബഹളവും ആകപ്പാടെ ഒരു ത്രില്ല് തന്നെയാണ്. ഇന്നത്തെ തലമുറയ്ക്കൊക്കെ അത് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. എന്താന്ന് പോലും അറിഞ്ഞുകൂടാ കളികളും. എന്ത് മോനെ സാനിക്കുന്ന നല്ല മൂടില്ല. എന്ത് മക്കളെ വീടുണ്ടാക്കാൻ പറ്റുന്നില്ലയോ? വീടുണ്ടാക്കാൻ പറ്റുന്നില്ലാത്തോണ്ട് കിടന്നുപോയി. സാനി കിടന്നുപോയി ക്ഷീണിച്ച്. അപ്പൊ പിന്നെന്താണ് വിശേഷങ്ങള്? സാനി വേറെ എന്താ വിശേഷം? ഞാൻ വീടുണ്ടാക്കി കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യങ്ങള്. ഞാൻ എഴുന്നേറ്റോട്ട്. അയ്യോ എഴുന്നേക്കാനൊന്നും വയ്യ. അമ്മൂമ്മയായി. ഇന്നലെ ഉണ്ടാക്കിയതല്ലേ. അപ്പം ഇന്ന് രാത്രിയിലത്തേക്ക് ചേട്ടന് ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാനെ കൊണ്ട് മാവെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1 hour റെസ്റ്റ് ചെയ്യാൻ ഇൻസ്റ്റൻറ്റ് അപ്പം മിക്സാണ്. അപ്പോൾ അത് ജസ്റ്റ് കലക്കിയെല്ലാം വെച്ചേക്കാണ്. 1 hour റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാണ്. അതിനുശേഷം വെള്ളയപ്പം ഉണ്ടാക്കണം. വെള്ളയപ്പം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. വെള്ളയപ്പത്തിൻ്റെ കൂടെ ചിക്കൻ സ്റ്റൂ ആണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. സാന്നി ദേഷ്യം വന്നിട്ട് അതൊക്കെ എടുത്ത് ഒറ്റയേറ് വെച്ച് കൊടുത്തു. ഒറ്റയേറ് വെച്ച് കൊടുത്തു ഞാൻ. അപ്പൊ പിന്നെ വേറെ എന്താ സാന്നി വിശേഷം? ഞാൻ വീടുണ്ടാക്കുവാണ്. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് പണികളൊക്കെ നടന്ന് 2-3 ദിവസമായിട്ട് ഓരോരോ പണികളുടെ പറയുകയാണ്. വീട് വൃത്തിയാക്കല്, പരിസരമെല്ലാം വൃത്തിയാക്കല്. ഓണമല്ലേ, ഓണത്തിനാണല്ലോ മലയാളികളെല്ലാം അടിച്ച് തുടച്ച് അല്ലെങ്കിലും വൃത്തിയാക്കും. എങ്കിലും ഈ ഓണത്തിന് ചെയ്യുന്ന അത്രയും മൊത്തം കഴുകി ഇറക്കി നമ്മൾ ഫുൾ വീട് ഒരു പുതിയ വീട് പോലെ ആക്കിയെടുക്കുകയാണ്. എങ്ങനെയായാലും സമയമില്ലേലും കണ്ടെത്തി. എന്നെ കാണിക്കമ്മേ, എന്നെ കാണിക്കാം. എന്നെ കാണിച്ചില്ല. ആയിക്കെന്താ പറയാനുള്ളേ? ഞാൻ വീടുണ്ടാക്കുവാണ്. നിങ്ങളെല്ലാവരും കാണണം. അപ്പോ എന്റെ കവളെ ഒരു പാട്ട് പഠിക്കുക സാൻവി.
സാൻഡി ഇതൊക്കെ അംഗനവാടിയിലത്തെ ടീച്ചർ പഠിപ്പിക്കുന്ന പാട്ടുകളാണ്. കുറേ പാട്ടുകൾ ടീച്ചർ പഠിപ്പിക്കും. കുറേയൊക്കെ വന്ന് പാടും, കുറേ തിരിയത്തില്ല അവള് പാടുന്ന. മീൻ ഇറങ്ങി കളിക്കണ സാധനം ഉണ്ടെന്നാണ് പറയുന്നത്. ആമി പോകുന്നത് കളിക്കാൻ വേണ്ടിയിട്ടാണ്. പിള്ളേരോട്ട് അവിടെ കുത്തി മറിയും, അടിയുണ്ടാവും, തമ്മി തമ്മി ബഹളമാവും. സന്നിയുടെ പൊട്ട എവിടുന്നാ? പൊട്ട എവിടുന്നാ സന്നി? അല്ലുവിന്റെ പൊട്ടാണ്, അല്ലു കൊടുത്തതാണ്. ജോണി ജോണി പഠിക്കേ, ഇവിടെ നോക്കി. ജോണി ജോണി പഠിക്കേ. ജോണി ജോണി eating sugar. No papa. Open your mouth. Very good, very good, very good. Good girl. Sandy good girl ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നാളെ വേറൊരു വീഡിയോ ആയിട്ട് നാളെ ഞങ്ങൾ വീണ്ടും വരുന്നവരെ ബൈ.